ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവിലെ സച്ചി ഇതുവരെയും സച്ചിയുടെ നിരപരാധിത്വം ആരും മനസ്സിലാക്കിയിട്ടില്ല. സച്ചി അത് പറഞ്ഞിട്ടുമില്ല. അങ്ങനെ എല്ലാവരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ചന്ദ്രമതിയുടെ കയ്യിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ ആ 1,00,000 രൂപയുണ്ടല്ലോ, ആ 1,00,000 രൂപ സച്ചിയുടെ അരികിലേക്കായിട്ട് രേവതിയുടെ അനിയൻ വരികയാണ്. എന്നിട്ട് അവൻ്റെ ആ കൂട്ടുകാരന്മാരും ഉണ്ട്, ആ ചിട്ടി ഒക്കെ തുടങ്ങിയിട്ടുള്ള ആ കൂട്ടുകാരന്മാരും അവരും കൂടി വരികയാണ്. അങ്ങനെ എല്ലാവരും വന്ന് നിന്നിട്ട് വലിയ ഡയലോഗും കാര്യങ്ങളൊക്കെ സച്ചിയോടായിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് അവസാനം സച്ചിക്ക് ദേഷ്യമൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഒടുവിൽ അവസാനം ചെയ്യുന്നത് അവൻ ആ പൈസ എടുത്തിട്ട് നേരെ ഇവൻ്റെ കയ്യിൽ, സച്ചിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇന്നാ നിങ്ങളുടെ അമ്മയുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ 1,00,000 രൂപ ഇന്നാ എന്നും പറഞ്ഞ് അവിടെ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ അവർ തമ്മിൽ ചെറിയ വാക്കുതർക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിനുശേഷം സച്ചി ആണെങ്കിൽ ആ പൈസ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരന്മാർ അങ്ങോട്ട് വരുന്നുണ്ട്. ടാക്സി സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് അവർ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ അവർ പറയുന്നുണ്ട്, കൂട്ടുകാരന്മാർ പറയാണ്, അല്ല ഇവൻ ഇത്രയും മോശം സ്വഭാവക്കാരനാണെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്, ഇവൻ ആരാ എത്ര വല്ലാണ്ടെന്നൊക്കെ ചോദിച്ച് അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും സച്ചി ആ പൈസയും കൊണ്ട് നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അവിടെ ചന്ദ്രയും രവീന്ദ്രനും അങ്ങനെ നമ്മുടെ സുധിയും ശ്രുതിയും എല്ലാവരും തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ രാവിലെ തന്നെയാണ്. അപ്പോൾ ആ സമയത്ത് ആ പൈസ അച്ഛൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇന്നാ അച്ഛൻ്റെ പൈസയാണിത്. ഒരു പ്രാവശ്യം അമ്മയുടെ കയ്യിൽ നിന്നും 1,00,000 രൂപ കുറച്ച് കള്ളന്മാർ തട്ടിക്കൊണ്ടു പോയില്ലേ, ആ പൈസയാണ് ഇത് എന്ന് പറയുന്നുണ്ട്. ആ പൈസ എങ്ങനെ നിന്റെ കയ്യിൽ വന്നു എന്ന് ചന്ദ്ര അത്ഭുതത്തോടുകൂടി ചോദിക്കുകയാണ്. അപ്പം ആ സമയത്ത് അത് എനിക്ക് പരിചയമുള്ള ഒരു പോലീസുകാരനുണ്ട്, അയാൾ കള്ളനെ പിടിച്ചിട്ട് അവരുടെ കയ്യിൽ നിന്നും വാങ്ങിച്ച് തന്നതാണ് എന്ന് പറയാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നോ? എന്തായാലും എനിക്ക് ആ കള്ളനെ നേരിട്ടൊന്ന് കാണണം എന്ന് ചന്ദ്ര ആവശ്യപ്പെടുകയാണ്. അതെന്തിനാ നേരിട്ട് കാണണേന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. അപ്പൊ പറയാണ്, അവൻ എൻ്റെ കയ്യിൽ നിന്നും അന്ന് പൈസ കട്ടിക്കൊണ്ട് പോയ സമയത്ത് എൻ്റെ വിരലില് കയ്യും മേലെ നഖം വെച്ച് അമർത്തി നെഗൊക്കെ പൊട്ടി, കൈയൊക്കെ പൊട്ടി, എനിക്ക് ആകെ വേദനയായിരുന്നു എന്ന് പറയാണ്. അതൊക്കെ അവനോട് ഞാൻ പ്രതികാരം ചോദിക്കും, എനിക്ക് അവനൊന്ന് കാണണം, ആരാണെന്ന് എനിക്കൊന്ന് അറിയണമെന്ന് ചന്ദ്ര പറയുമ്പോൾ അതിനൊന്നും ആവശ്യമില്ല എന്ന് നമ്മുടെ സച്ചി പറയുകയാണ്. എന്തായാലും അവനെ ശിക്ഷിച്ച് ജയിലിലേക്ക് കൊണ്ടുപോകും, പിന്നെന്തിനാ നമ്മൾ ഇതിലേക്ക് ഇടപെടുന്നത്? എന്തായാലും അച്ഛൻ അധ്വാനിച്ച പൈസ അച്ഛന് തിരികെ കിട്ടിയല്ല അച്ഛ, ഇന്ന് അച്ഛൻ അത് സൂക്ഷിച്ചെടുത്ത് വെച്ചോ എന്നും പറഞ്ഞിട്ട് നമ്മുടെ സച്ചി ആ പൈസ രവീന്ദ്രനെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും സൂക്ഷിച്ച് വെച്ചോട്ടെ, ഇനിയിപ്പോൾ ആരെങ്കിലും കട്ടുകൊണ്ട് പോകണ്ട എന്ന് പറയുമ്പോൾ സുധി അവിടെ നിന്ന് പറയുന്നുണ്ട്, നീ ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആരെയും ഉദ്ദേശിച്ചില്ല, എന്താ നിനക്ക് കൊണ്ടോ? ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ അപ്പം ഇതിനാ നിനക്ക് കൊള്ളേണ്ട ആവശ്യം എന്നൊക്കെ ചോദിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ സച്ചി യാത്ര പറഞ്ഞ് അവിടെ നിന്നും പോകുന്നുണ്ട്. ഞാൻ എന്നാൽ പോവാണെന്നും പറഞ്ഞ് പോവാണ്. അതേ സമയത്ത് നമ്മുടെ ചന്ദ്ര വിചാരിക്കുന്നുണ്ട് 1,00,000 രൂപ തന്നെ ഏൽപ്പിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ രവീന്ദ്രൻ ആ പൈസ സ്വന്തം അകത്തേക്ക് കൊണ്ടുപോവുകയാണ്, അവൻ തന്നെ സൂക്ഷിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ശ്രുതിക്ക് ഭയങ്കര സംശയം. ശ്രുതിയാണെങ്കിൽ സുധിയെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് അകത്തിരുന്നിട്ട് സംസാരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അല്ല നിങ്ങളുടെ ഈ അനിയന് ഈ 1,00,000 രൂപ പെട്ടെന്ന് ഇപ്പം എങ്ങനെ കിട്ടിയത് എന്ന് ചോദിക്കുകയാണ്. അപ്പം പറയുന്നുണ്ട്, അവൻ പറഞ്ഞല്ലോ കാര്യങ്ങളൊക്കെ, അവന് ആ പോലീസുകാരൻ അവന് പരിചയമുള്ള പോലീസുകാരനാണെന്ന് പറഞ്ഞിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട്. ഇതിൽ എന്തൊക്കെയോ തരികിടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്താണ് നമ്മൾ ഈ വീട്ടിൽ എന്തായാലും താമസിക്കുന്നവരോ, ഇതിന്റെ പുറകിലുള്ള സത്യം എന്താണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കണ്ടേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഒന്നെങ്കിൽ ഈ കള്ളൻ എന്ന് പറയുന്ന ആളും സച്ചിയും തമ്മിൽ എന്തെങ്കിലും ഡീലിങ്സ് ഉണ്ടാവും, അവർ തമ്മിൽ അറിയണ ആരോ ആണ് കട്ടുകൊണ്ട് പോയത്, അതാണ് അവന് പുറത്ത് പറയാത്തത്. അല്ലെങ്കിൽ ഈ സച്ചി തന്നെയായിരിക്കും ചിലപ്പോൾ ഈ പൈസ തട്ടിക്കൊണ്ട് പോയത്, എന്നിട്ട് ആവശ്യം ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ പൈസ തിരിച്ചു കൊടുത്തതായിരിക്കും എന്ന് നമ്മുടെ ശ്രുതി സംശയം പറയുമ്പോൾ ശ്രുതി പറയാണ്, ഒരിക്കലുമില്ല നീ ഒരിക്കലും സച്ചി അങ്ങനെ സംശയിക്കേണ്ട, സച്ചി ഒരിക്കലും അങ്ങനെയൊന്നും പണം മോഷ്ടിക്കുന്ന കൂട്ടത്തിലൊന്നുമല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എന്താ നിങ്ങൾക്കിപ്പോൾ ഒരു അനിയനോടൊരു സ്നേഹം എന്ന് ചോദിക്കുകയാണ് ശ്രുതി. അനിയനോട് സ്നേഹമൊന്നും തോന്നിയിട്ടല്ല, പക്ഷെ ഒരിക്കലും സച്ചി അങ്ങനെയൊന്നും ചെയ്യില്ല, അതെനിക്കറിയാം. അവൻ എന്തെങ്കിലും ഇതൊക്കെ പറയും, ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും, എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കുമെന്നല്ലാതെ ഒരിക്കലും പൈസ ഒന്നും മോഷ്ടിക്കത്തില്ല, അതെനിക്കറിയാവുന്ന കാര്യം ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് ശ്രുതി അങ്ങനെ അനിയന് വേണ്ടി വാദിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ രേവതി മറഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ സച്ചിയെ ഇവര് സംശയിച്ചതും ശ്രുതി സംശയിച്ചതും അതുപോലെ തന്നെ കള്ളന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി സച്ചി ചെയ്യുന്നതും അങ്ങനെയാണ്
അല്ലെങ്കിൽ ഈ കള്ളൻ എന്ന് പറയുന്നത് സച്ചിയുടെ ആരോ ആണ്, അതുകൊണ്ടാണ് അവനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ നല്ല സംശയമുണ്ട് നമ്മുടെ ശ്രുതിക്ക്. കാരണം ശ്രുതി അങ്ങനെ ഒരു ഇടപാടിലാണ്, ഫുള്ള് കള്ളത്തരങ്ങളുള്ള ഒരാളാണല്ലോ ശ്രുതി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് അവൾക്ക് ക്യാച്ച് ചെയ്യും. അങ്ങനെ നമ്മുടെ ഇവരെങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം റൂമിലെത്തുമ്പോൾ സച്ചിയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് രേവതി. അല്ല, നിങ്ങൾക്ക് എവിടുന്നാ പൈസ കിട്ടിയത്? അതെന്ത് നീ അറിയുന്നത്? പൈസ എന്തായാലും കിട്ടിയില്ല എന്ന് ചോദിക്കാണ്. അപ്പോൾ ആ സമയത്ത് സഹോദരനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നീ അവനെ പറ്റി എന്നോട് പറയണ്ട, നീ അവനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഞാനല്ലാതായി മാറും എന്നൊക്കെ പറയാണ്. എന്താ നിങ്ങൾക്ക് അവനോട് ഇത്ര ദേഷ്യം എന്നൊക്കെ ചോദിച്ചിട്ട് എന്തായാലും ഇത് പിന്നെയും അവർക്കിടയിൽ ചെറിയ ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോഴും നമ്മുടെ സച്ചി തുറന്ന് പറയുന്നില്ല, ഇതിന്റെ പുറകിൽ നിന്റെ അനിയനാണ് ഈ പണം മോഷ്ടിച്ചു കൊണ്ട് പോയതെന്ന സത്യം തുറന്ന് പറയുന്നില്ല. അങ്ങനെ ഒരു ഭാഗമൊക്കെ നമുക്ക് കാണാം. എന്തായാലും അടുത്ത് തന്നെ സച്ചി തന്നെ രേവതിയോടായിട്ട് സത്യം തുറന്ന് പറയും. അത് നമുക്ക് അടുത്ത റിവ്യൂവിൽ പറയാട്ടോ. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. ബൈ, താങ്ക്